നമസ്കാരം. കേരള സമിറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2006 അമേരിക്കയിൽ ഒരു സ്ത്രീ തുടങ്ങിവെച്ച മീ ടു ക്യാമ്പയിൻ ഇന്ന് രാജ്യത്തും വലിയ ചർച്ചയ്ക്ക് വിഷയമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് അനുഭവിച്ച ദുരനുഭവങ്ങളെ ഇപ്പോൾ സധൈര്യം മുന്നോട്ട് പറയാൻ സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുകയാണ് മീ ടു എന്ന ഹാഷ്ടാഗോടെ. അതായത് പുരുഷന്മാരാൽ തങ്ങൾ അശക്തരായിരുന്ന കാലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പറയാൻ സധൈര്യം അവർ വരുന്നു എന്നതാണ് ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇറസ്പോൺസിബിളായി, നിരുത്തരവാദപരമായി ആർക്കെതിരെയും എന്ത് ആക്ഷേപവും ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വേദിയായി അത് മാറുന്നുണ്ട് എന്നതിലുള്ള എതിർവാദങ്ങളും ഇപ്പോൾ സജീവമായിരിക്കുന്നു. കേരള സമിറ്റ് ഈ ആഴ്ച പരിശോധിക്കുന്നു മീ ടു എങ്ങനെയാണ് സ്വീകരിക്കപ്പെടേണ്ടത്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, വിമൻസ് ലീഗിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി, ദീദി ദാമോദരൻ, തിരക്കഥാകൃത്ത്, അഡ്വക്കേറ്റ് എം എസ് സജി, അപർണ ശിവകാമി, അധ്യാപിക, ആക്ടിവിസ്റ്റ് കൂടിയാണ്, എഴുത്തുകാരനായ ശ്രീ കെ പി രാമനുണ്ണിയും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഒപ്പം ഒരു കൂട്ടം പ്രേക്ഷകരും ഈ ചർച്ചയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നമ്മോടൊപ്പമുണ്ട്. ആദ്യം ദീദി ദാമോദരൻ, നോക്കൂ, ഇത് സ്ത്രീകളായ ആളുകൾ കൂടുതൽ കരുത്തോടെ ധീരതോടെ മുന്നോട്ട് വന്ന് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് അതിലപ്പുറത്ത് നിൽക്കുന്ന ആൾ എത്രത്തോളം വലിയ ആളാണ് എന്ന ഭയവും ഭീതിയും ഒന്നുമില്ലാതെ പറയാൻ തയ്യാറായി വരുന്നു എന്ന നിലയ്ക്ക് ഒരു പോസിറ്റീവ് സൈനായി അതിനെ കാണാം. പക്ഷേ അങ്ങനെ പോസിറ്റീവായി അതിന് പരിപൂർണമായ പിന്തുണ നൽകേണ്ടുന്ന ഒന്നായി പൂർണ്ണാർത്ഥത്തിൽ അത് നമ്മുടെ സമൂഹം സ്വീകരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന താങ്കൾ, അതോ അതിനകത്ത് നിരാശാജനകമായ എലമെൻറ്റ്സ് വേറെ ബാക്കിയുണ്ട് എന്നാണ്? സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അത് ഏറ്റവും പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് പ്രതിയോഗി വലിയ ആളാണോ ചെറിയ ആളാണോ എന്നെക്കാളും ഒക്കെ പ്രധാനം ഒരു സ്ത്രീയുടെ അകത്ത് തന്നെ അവൾക്കെതിരെയുള്ള എല്ലാ അതിക്രമങ്ങൾക്കും കാരണം അവൾ തന്നെയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണ് അവളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. റേപ്പ് ചെയ്യപ്പെട്ടാലും ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിലും ഒക്കെ അതിന് ഉത്തരവാദി താൻ തന്നെയാണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ പേരിൽ നമുക്കത് പറയാൻ പറ്റാതിരിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകൾക്കും എന്താണ് ഇത് എന്ന് ഹ്യൂമിലിയേഷൻ എന്ന് പോലും അല്ല വാക്ക് എന്ന് തോന്നുന്നു. കാരണം വിവരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഈ തരം അട്രോസിറ്റീസ് സ്ത്രീക്കെതിരെ നടക്കുമ്പം. അപ്പോൾ ഇത് ആദ്യമായിട്ട് അവൾ കൺഫ്രണ്ട് ചെയ്യുന്നത് പ്രതിയോഗിയല്ല, അവളെ തന്നെയാണ്. അവളുടെ ഈ ഓരോ മീ ടു എന്ന് പറഞ്ഞ് ഓരോരുത്തരും മുന്നോട്ട് വരുമ്പോഴും സത്യത്തിൽ അവർ കണ്ണിച്ചേരുന്നത് അവരെ തന്നെ ട്രാൻസെൻഡ് ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്ക് സ്വയം ഒരു ബോധ്യം വന്നു, ഞാനല്ല ഇതിൽ കുറ്റം ചെയ്തത് എന്ന് വെച്ചാൽ വിക്ടിം എന്ന് പറയുന്ന സ്റ്റേറ്റസിൽ നിന്ന് ഒരു സ്ത്രീ പൂർണ്ണമായും ഒരു സർവൈവർ എന്ന് പറയുന്ന സ്റ്റേറ്റസിലേക്ക് നീങ്ങുന്നതാണ് എന്നെ സംബന്ധിച്ച് ഈ മീ ടു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സർവൈവർ ആയിരിക്കുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ അത് മറികടന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വേണം അത് പറയാൻ. അതിൻ്റെ കോൺസിക്വൻസസിനെ പറ്റി ഇപ്പോൾ സോഫാർ മീ ടുവിനെ പറ്റി പറഞ്ഞ ഒരു സ്ത്രീയും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോയെന്ന്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞത്, ഇത് പകപോക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൂടെ, ഈ നിയമത്തിനെ വളച്ചൊടിച്ചുകൂടെ എന്നൊക്കെയാണ്. ഇവിടെ ഏത് നിയമമാണ് വളച്ചൊടിക്കാത്തതായിട്ടുള്ളത്? പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ തരം ചൂഷണങ്ങൾ നടന്നാലും അതിൻ്റെ പേരിൽ നമുക്ക് ഇഷ്യൂ ഇല്ല. ഇതെപ്പോഴും സ്ത്രീയിലാണ് ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്, ഈ തരം നിയമങ്ങൾ തെറ്റിക്കാതെ നോക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു അത്ര ജസ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. ഇത് മറികടന്നേക്കും എന്ന് വിചാരിക്കുന്ന എല്ലാ നിയമങ്ങളും, ഒരു നിയമം പോലും ഇല്ലാത്ത വിധം നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ മറ്റു ഭാഗങ്ങൾ, അതിൻ്റെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ വൈ ഓൺലി ദിസ് ഇൻ പർട്ടിക്കുലർ? ഇതിനെ മാത്രം ഇത് മറികടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ദുരുപയോഗം ചെയ്തേക്കാം എന്ന് നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? മറ്റെല്ലാ നിയമങ്ങളും നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് പോലെ ഇതും അങ്ങനെ ചെയ്തേക്കാം. പക്ഷേ ഏറ്റവും പോസിറ്റീവ് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അത് പറയാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെയാണ് കൺഫ്രണ്ട് ചെയ്യുന്നത്, ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത് ഇതിൽ നീ കുറ്റക്കാരിയല്ല. ഓക്കെ, അഡ്വക്കേറ്റ് എം എസ് സജീവ്, താങ്കൾ ഈ കാര്യത്തിൽ മുൻപുള്ള ചർച്ചകളിലും മറ്റുമൊക്കെ സ്വീകരിച്ച നിലപാട് കണ്ടു. അതായത് ഇത് പുരോഗമനപരമെന്ന് പൊതുവെ വിലയിരുത്തുമ്പോഴും ഇതിനകത്ത് വലിയ അപകട സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്. ഒരു എവിഡൻസും ഇല്ലാതെ ഒരാൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുമെന്ന പ്രശ്നം അതിനകത്തുണ്ട്. അത് ഒപ്പം തന്നെ ദുരുപയോഗത്തിൻ്റെ സാധ്യത, തിരിച്ച് കേസ് കൊടുത്താൽ അതിൽ തീർപ്പുണ്ടാവാനുള്ള കാലതാമസം തുടങ്ങിയവയൊക്കെ പരിഗണിച്ചാൽ ഇതിൻ്റെ 50% അപകടകരമായി ബാക്കി നിൽക്കുകയാണെന്ന് പറയുന്നു. താങ്കൾ എങ്ങനെയാണ് അതിനെ വിവക്ഷിക്കുന്നത്? നേരത്തെ ഇപ്പോൾ ദീദി ചൂണ്ടിക്കാണിച്ച പോലെ മറ്റെല്ലായിടത്തുമുള്ള അപകട സാധ്യത ഇതിനുള്ളൂ, ഇതിനെ മാത്രം എന്തിനു പെരുപ്പിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ക്യാമ്പയിനുമായിട്ട് ആരംഭിച്ചുള്ള സംഗതിയാണ്. ദീദി പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയോട് ഞാൻ യോജിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട ആളുകൾ, യഥാർത്ഥത്തിൽ അപഹസിക്കപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ജീവിതത്തിൽ തുറന്നു പറയുന്നതിൽ ഞാൻ തെറ്റ് കാണുന്ന ഒരാളല്ല. അതൊരു ഈ പറഞ്ഞ മാതിരിയുള്ളൊരു റിലീഫ് കൊടുക്കും. എന്താണ് അതിൻ്റെ നിയമപരമായ പരിഹാരം എന്നുള്ളത് പിന്നീട് ആലോചിക്കാം. പക്ഷേ ഇതിൻ്റെ മറവിൽ യഥാർത്ഥത്തിലല്ലാത്ത ആളുകൾ ഇതിനേക്കാൾ കൂടുതലായി
രംഗത്ത് വരുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉദാഹരണം, സ്ത്രീ മാത്രമാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളൊരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ പോകുന്നത്. അങ്ങനെയല്ല. കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ളൊരു NGO ഉണ്ട്, ഹൃദയ നെസ്റ്റ് ഫോർ ഫാമിലി ഹാർമണി. അവരുടെ ഒരു പഠനമുണ്ട്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ വിമൻസ് കമ്മീഷനുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. കൽക്കട്ട ഏറ്റവും അധികം സൂയിസൈഡ് റേറ്റുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ, വെസ്റ്റ് ബംഗാൾ. അതിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള പീഡനം കൊണ്ടും ഈ 498 എന്ന് പറയുന്ന സ്ത്രീ പീഡനത്തിനുള്ള ക്രിമിനൽ ഒഫൻസിൻ്റെ ദുരുപയോഗം കൊണ്ടും വളരെയധികം പുരുഷന്മാർ സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരൊരു പരിഹാരം ഉണ്ടാകുന്നത് DS ഗുപ്ത എന്നാണ് ആ ചെയർമാൻ്റെ പേര്. അവരുടെ ഒരു പഠനം കൊണ്ടുവന്നു. 64,000 പേര് അവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനും അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഞാനും അതിനെ എഗ്രി ചെയ്യുന്നില്ല. ഇത്തരം മൂവ്മെൻറ്റ്സ് പല സ്ഥലത്തും വരികയും അത് ചർച്ചകളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ 498 എന്ന് പറയുന്ന പീഡനത്തിൻ്റെ സ്ത്രീകൾക്ക് പരാതി കൊടുക്കാവുന്ന ആ സെക്ഷൻ ഇന്ത്യയിൽ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്ന സംഗതിയാണ്. അതിനെ തുടർന്ന് 2016 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നു. ഇനി 498 പ്രകാരം കേസെടുക്കുന്നതിന് മുമ്പ് ഒരു ബോഡി വെച്ചിട്ട് ഒരു കമ്മിറ്റി അത് പഠിച്ചിട്ട് അതിൻ്റെ നിരസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം ക്രൈം ഇട്ടാൽ മതി. ഞാൻ പണ്ട് നടത്തിയൊരു കേസിൽ ഓർമ്മിക്കുകയാണ്. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, അനുജൻ ഒക്കെ പ്രതികളാണ്. ഈ അനുജൻ അയാൾ കാനഡയിലൊരു സയൻറ്റിസ്റ്റാണ്. ഈ അനുജൻ ഇന്ത്യയിൽ വന്നിട്ട് 8 വർഷമായി. അയാൾ ലോകം മുഴുവൻ ചുറ്റി ക്ലാസ് എടുത്ത് നടക്കുന്നൊരു മനുഷ്യനാണ്. ഈ സംഭവം ഉണ്ടായി 2 വർഷം മുമ്പാണ്. അപ്പോൾ ആ ഒരൊറ്റ ഗ്രൗണ്ട് 8 വർഷമായി ഇന്ത്യയിൽ കാലുകുത്താത്തവരുതിനെ 2 വർഷം മുമ്പ് വന്ന് അതിൽ 4-ാം പ്രതിയാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇതൊരു റെയർ. ഞാൻ ചോദിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ കേസാണല്ലോ. ഇതിനകത്തേക്ക് നമ്മൾ മറ്റെല്ലാ സമാനതകളെയും സമാന സ്വഭാവമുള്ളവയും കൊണ്ടുവന്ന് വലിച്ചിട്ട് അപകടപ്പെടുത്തേണ്ട കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ നിലനിൽക്കുന്ന നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന രീതിയാണ്. ഇപ്പം മുമ്പേ പറഞ്ഞത് ഈ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇപ്പോൾ ഒരു വിമൻസ് ലിബറേഷൻ്റെ ഒരു തേർഡ് വേവ് എന്നോ ഒരു 4th വേവ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഈ ട്രെൻഡെന്ന് പറയുന്നത് വിചാരണയില്ലാതെ ഒരാളെ സാമൂഹികമായി കൊലപാതകം നടത്തുകയാണ്. വിചാരണയില്ലാതെ കൊലപാതകം നടത്തുകയാണ്. ഇയാൾ എന്നെ 20 കൊല്ലം മുമ്പ് ഇപ്രകാരം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഇയാൾ എന്നെ ഇത്ര മോശമായി പെരുമാറി എന്നുള്ളത് ഒരു സോഷ്യൽ അസാസിനേഷൻ. അപ്പോൾ അതിനു മുമ്പ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ലൈഫിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസും അതിന് ഓർമ്മിക്കപ്പെടാതെ പോകുന്നു. ഇപ്പം തരുൺ തേജ്പാൽ ആയിക്കോട്ടെ, തെളിവുകൊണ്ട് അയാളെ ശിക്ഷിക്കട്ടെ. ഇപ്പം MJ Akbar ആയിട്ട് ജേർണലിസത്തിൽ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ആളാണ്. ഇപ്പോൾ ഈ ഹാർവി വിൻസ്റ്റൺ ആയിക്കോട്ടെ, ഞാൻ അയാളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഷേക്സ്പിയർ ഇൻ ലവ് എന്നുള്ള സിനിമയുടെ നിർമ്മാതാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇത്തരം ലോകത്തിലുള്ള കോൺട്രിബ്യൂഷൻ മുഴുവൻ അസാസിനേറ്റ് ചെയ്യപ്പെട്ട് സോഷ്യൽ വിചാരണ നടത്തി ഒരാളെ കില്ല് ചെയ്യുകയാണ്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വ്യവസ്ഥാപിതമായ ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ ലോ ആൻഡ് ഓർഡർ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്, ജുഡീഷ്യറി എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ജുഡീഷ്യറിയിലൂടെ അല്ലാതെയുള്ള റിലീഫ് നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അക്രമം അയച്ചു വിട്ട് കഴിഞ്ഞാൽ അത് വലിയ അനാർക്കിയിലേക്ക് പോകും. മറ്റൊന്ന്, തെറ്റായ ആരോപണം വരില്ല എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുമോ? ഇതുവരെയുള്ള മീ2 ക്യാമ്പയിനിൽ മുഴുവൻ വന്ന എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ലല്ലോ. ഒരു തന്ത്രിയെ പിടിച്ചുകൊണ്ട് 5 ദിവസം കൈകാര്യം ചെയ്തിട്ട് റാൻസം വാങ്ങാൻ ശ്രമിച്ചത് ആണുങ്ങളല്ലല്ലോ, അത് നയിച്ചത് സ്ത്രീയാണല്ലോ. അപ്പോൾ എന്തു ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരം സ്ത്രീകളടക്കം ഇത്തരമുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കും കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും പോകാൻ തയ്യാറുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ ഈ ട്രെൻഡ് നെഗറ്റീവ്. കേൾക്കൂ, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇതിനകത്ത് ഇപ്പോൾ നിയമപരമായ തെളിവുകളും എവിഡൻസും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാളെ ഈ തരത്തിൽ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം, അതിന് ന്യായമുണ്ട് എന്നതാണ്. ഒരു തെളിവുമില്ലാതെ സാമൂഹ്യമായും ഒരാളെ തകർക്കാൻ കഴിയും എന്ന നില ഉണ്ടാവുന്നത് അപകടകരമാണ്. അത് പിന്നെ ഏതു നിലയ്ക്കും ഉപയോഗിക്കപ്പെടുമെന്നാണ്. ആ പ്രശ്നം അതിനകത്തുണ്ടോ? അതിൻ്റേതായ 2 വശങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, മറ്റൊന്ന് ലീഗൽ ആസ്പെക്ട്സ്. അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് വിൽ നെവർ ഡൈ എന്ന് പറയും. ആ കുട്ടിക്കാലത്തോ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നേരിട്ട അനുഭവം പറയാനുള്ള ശക്തി ആർജിച്ചുകൊണ്ട് 10 വർഷം 20 വർഷം ഒക്കെ കഴിഞ്ഞ് അവർ പൊതുസമൂഹത്തോട് പറയാനുള്ള ധൈര്യം കാണിക്കുന്നു. ഇതിൽ ആരോപിക്കപ്പെട്ടവരും ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്നവർ മാത്രമാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇതുപോലെയുള്ള അനുഭവങ്ങൾ ചിലപ്പം മധ്യവർഗത്തിലും താഴെത്തട്ടിലുള്ളവരും ഒക്കെ അനുഭവിക്കുന്നുണ്ടാകും. കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ് എനി സ്റ്റേജ് അവർ ശിക്ഷിക്കപ്പെടണം. അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ശ്രീ KP രാമനുണ്ണികൾക്ക്. അതായത് ഇതിനകത്ത് ഇപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഉണ്ടായിരിക്കുന്നു. അതായത് ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഇത് പറയാൻ കഴിയുമായിരുന്ന ഒരു നിലയുണ്ടായിരുന്നില്ല, അവരങ്ങേയറ്റം അരക്ഷിതരായിരുന്നു, പറഞ്ഞാൽ എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്ത്രീകൾ പൊതുവെ കുറച്ചുകൂടി കരുത്ത് നേടി, നമ്മുടെ സമൂഹം പൊതുവെ ഇത്തരം കാര്യങ്ങളെ ഒന്നുകൂടി പ്രോഗ്രസീവായി സമീപിക്കുന്നു, പോസിറ്റീവായി പിന്തുണയ്ക്കാൻ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് അവരത് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം ഉന്നയിക്കുന്നവരെ, തൻ്റെ ദുരനുഭവങ്ങളെക്കുറിച്ച് പറയുന്നവരെ ഇരുട്ടിൽ നിർത്താനുള്ള ശ്രമവും വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ സമൂഹം എത്രത്തോളം പ്രതീക്ഷാനിർഭരമായി എടുക്കുന്നുണ്ട് ഇതിനെ? നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ചിത്രം കണ്ണാടിയിലെന്ന പോലെ കാണിച്ചു തരാൻ ഈ മീ2 ക്യാമ്പയിൻ സഹായിച്ചിട്ടുണ്ട്.
നാം വളരെ സാംസ്കാരികമായി മുന്നോട്ട് പോകുന്നു, സാംസ്കാരിക രംഗത്ത് തലപ്പത്തിരിക്കുന്നു എന്നെല്ലാം പറയുന്നവരുടെ ദൗർബല്യങ്ങൾ, അവരിൽ എത്രത്തോളം പുരുഷ മേധാവിത്വത്തിൻ്റെ വൃത്തികേടുകൾ പ്രവർത്തിക്കുന്നു എന്നത് കാണിച്ചു തരാൻ ഇത് സഹായകമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്ക് സ്വയം തിരുത്താൻ വേണ്ടിയിട്ട്. കാരണം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എത്രത്തോളം ജീർണമാണ് പലപ്പോഴും ആധുനിക കാലത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും ഗാഢമായ ബന്ധമാണ് സ്ത്രീ പുരുഷ ബന്ധം. അത് പിന്നെ വളരെ അശ്ലീലമാക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. പണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ക്രിമിനൽ കുറ്റമാകുന്ന രതി എന്നൊരു ക്രിമിനൽ കുറ്റമായി മാറുന്ന അവസ്ഥയാണ്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ഈ സമൂഹത്തിൻ്റെ ഈ വൃത്തികേടുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള വലിയൊരു ചിത്രം നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇത് ദുരുപയോഗപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു മഹാപാതകമായിട്ട് മാറും. സജി പറഞ്ഞൊരു കാര്യം അതാണ്. നമ്മളുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ അടിസ്ഥാനം തന്നെ thousands of culprits may escape, not an innocent be punished എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് മാത്രമായി ദുരുപയോഗ സാധ്യതയെക്കുറിച്ച് നമ്മൾ അധികമായി വേവലാതിപ്പെടേണ്ടതുണ്ടോ എന്നാണ്. മറ്റെല്ലാ നിയമത്തിലും ഈ ദുരുപയോഗ സാധ്യത ഉണ്ടായിരിക്കെ ഇത് സ്ത്രീകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ ഇതിനകത്ത് മാത്രം നമ്മൾ ദുരുപയോഗത്തിന്റെ സാധ്യത നിർത്തണം എന്നുള്ളതല്ല. കാരണം സ്ത്രീയുടെ രക്ഷിക്കാനുള്ള നിയമങ്ങൾ സത്യത്തിൽ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് സ്ത്രീക്ക് തന്നെയാണ് അത് മോശമായിട്ട് വരുന്നത്. സുപ്രീം കോടതി 498 വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വെക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ നിയമങ്ങൾ ദുരുപയോഗപ്പെടാതിരിക്കണം. കാരണം അത് പുരുഷന് വേണ്ടിയിട്ടല്ല, സ്ത്രീക്ക് വേണ്ടിയിട്ട് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കേസ് കൊടുക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്ക് അന്ന് രക്ഷ നേടുകയെങ്കിലും ചെയ്യാം. ഇത് അതല്ല, ഇത് സോഷ്യലായിട്ട് ഉള്ളൊരു വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വശം. അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളുടെ മാനസികമായ അവസ്ഥയും കൂടി നോക്കണം. അതേ സമയത്ത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികവും സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ബഹുഭൂരിപക്ഷവും സത്യമായിട്ടുള്ളതാണ് എന്നതാണ് വസ്തുത. കാരണം അല്ലാത്ത രീതിയിലല്ല. പക്ഷെ മറ്റേ ഭാഗവും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സത്യങ്ങൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ എല്ലാ മനോഹാരിത്വവും നഷ്ടപ്പെടുന്നു. പേടിച്ചു കൊണ്ടുപോകണം സ്ത്രീയും പുരുഷനും ഇന്ന് ബന്ധപ്പെടാൻ എന്നുള്ള ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നതാണ്. അതാണ് ഏറ്റവും വലിയ. ഓക്കെ, അങ്ങനെ വശം കൂടി അതിനുണ്ടെന്ന് പറയുകയാണ്. അപർണ ശിവകാമി, നോക്കൂ, ഇതിനകത്ത് ആളുകൾ നിഷ്കളങ്കമെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതായത് 19 വർഷമുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്ന് പറഞ്ഞുകൂടായിരുന്നു? നിങ്ങൾ അന്നും സൊസൈറ്റിയിൽ വളരെ ഉന്നതമായ നിലയിൽ നിൽക്കുന്ന, വലിയ വിദ്യാഭ്യാസം കിട്ടിയ, വലിയ സുരക്ഷിത വലയത്തിനകത്ത് നിൽക്കുന്ന ആളായിരുന്നു. നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് അയാളെക്കുറിച്ച് പരാതി പറയണമെങ്കിൽ നിങ്ങൾക്കത് നിയമപരമായ വഴിയിലൂടെ കൃത്യമായ സോളിഡായ എവിഡൻസ് മുന്നോട്ട് വെച്ചുകൊണ്ട് പോയിക്കൂടെ? ഇങ്ങനെ ഇറസ്പോൺസിബിളായ ഒരു ആക്ഷേപം ഉന്നയിച്ച് ഞാനൊരു കേസിനുമില്ല, ഒരു രാഷ്ട്രീയ വിവാദത്തിനും ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇരുളിലേക്ക് മറയുകയാണെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയിൽ സംശയം വരാമെന്നാണ്. അതിനുള്ള മറുപടി നമ്മൾ എങ്ങനെ പറയും? 2018 ഒരു സ്ത്രീക്ക് ഒരു തൊഴിലിടത്തേക്ക് പോകണമെങ്കിൽ, പുറത്തുനിന്ന് സിനിമ കാണാൻ പോകണമെങ്കിൽ ഇപ്പോഴും സമൂഹത്തെയോ കുടുംബത്തിലുള്ളവരെയോ മുഴുവൻ ബോധിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ സിനിമ ഫീൽഡിലായിക്കോട്ടെ, അങ്ങനെ പലതരത്തിൽ ടെക്നിക്കലി ഒക്കെയുള്ള ഒരു ഫീൽഡിലേക്ക് ഒരു പെൺകുട്ടി വരുന്നത് തീർച്ചയായിട്ടും വീട്ടുകാരോടും കുടുംബക്കാരോടും സമൂഹത്തോടും ഫൈറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും. അപ്പോൾ തൊഴിലിടത്തെ അവളുടെ സുരക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാ ഒരു സ്ഥലത്ത് തന്നെക്കാൾ അധികാരമുണ്ടെന്ന് കരുതുന്ന ഒരാൾ തൻ്റെ മേൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ, താൻ ഇവിടെ നിന്നും പുറത്താക്കപ്പെടുമോ എന്നുള്ള ഒരു പേടി സ്വാഭാവികമായിട്ടും ഒരു തൊഴിലും സാമ്പത്തിക സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അവളെ സംബന്ധിച്ച് മാനസികമായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നീട് എന്ന് കരുതി 19 വർഷമല്ല 90 വർഷം കഴിഞ്ഞാലും ഒരു കുറ്റത്തിൻ്റെയും കാഠിന്യം ഇല്ലാതാവുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു എന്നതുകൊണ്ടല്ല, ഇത്ര വർഷം എടുത്തു എന്നതാണ് അതിനകത്തെ പ്രശ്നം. 19 വർഷം വേണ്ടി വന്നു ഒരു പെൺകുട്ടിക്ക് താൻ നേരിട്ട ഒരു പ്രശ്നത്തെപ്പറ്റി പറയാനുള്ള കരുത്ത് ആർജിച്ചെടുക്കാൻ. പിന്നെ രാമനുണ്ണി സാറ് പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ മനോഹാരിതയല്ല നഷ്ടപ്പെടുന്നത്. പുരുഷൻ മേൽക്കൈ എടുത്ത, സ്ത്രീക്ക് ഒരു സ്ഥാനവുമില്ലാത്ത, സ്ത്രീയുടെ ശരീരത്തിന് മേലോ അവളുടെ വികാരങ്ങൾക്ക് മേലോ തൻ്റെ അധികാരം, തൻ്റെ താല്പര്യം അടിച്ചേൽപ്പിക്കുന്ന ബന്ധങ്ങൾക്ക് ഒരു മനോഹാരിതയില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം.
പുരുഷന് വളരെ മനോഹരമായിട്ട് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ഒരു മനോഹാരിതയും നഷ്ടപ്പെട്ടിട്ടില്ല. ആരോഗ്യകരമായ ബന്ധങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. കേരളത്തിൽ മീറ്റു ക്യാമ്പയിനിൽ പങ്കെടുത്ത ഓരോ പെൺകുട്ടിയും കൃത്യമായും ടാർഗറ്റ് ചെയ്യപ്പെടുകയും അവളുടെ മേലേക്ക് ഈ അപൂർവം എന്ന് പറയാവുന്ന ഇരയുടെ പേരും പറഞ്ഞിട്ടാണ് ഈ ബഹുഭൂരിപക്ഷം മീറ്റു ക്യാമ്പയിനുകളെയും നിസ്സാരവൽക്കരിക്കുന്ന പോലെ അങ്ങനെയും ഉണ്ടല്ലോ നിരപരാധി എന്ന് പറഞ്ഞ് ഇവർ വിലപിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന കേവല സാങ്കേതിക യുക്തിയിലേക്ക് ഒതുങ്ങുമ്പോൾ വിശാലമായ മറ്റൊരു പ്രശ്നം കിടപ്പുണ്ട് എന്നാണ്. നമുക്കറിയാമല്ലോ, സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസ് ആണ് ഈ രാജ്യത്ത് പെരുകി വരുന്നതിലധികവും. നമ്മൾ സ്ത്രീകൾ അവർക്ക് അനുകൂലമായ നിയമങ്ങൾ എത്രത്തോളം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പറഞ്ഞാലും അതിനേക്കാൾ 100,000 ഇരട്ടിയുണ്ട് സ്ത്രീകൾക്കെതിരെ പുരുഷനവൻ്റെ ആധിപത്യം ഉപയോഗിച്ച് നടന്ന അക്രമങ്ങൾ, അതിൽ അവർക്ക് നീതി കിട്ടാത്ത കേസുകൾ. അത് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഊന്നൽ കൊടുക്കേണ്ടത് അതിലേക്ക് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നോക്കൂ, നാനാ പട്ടേക്കർക്കെതിരെ തനുശ്രീ ദത്ത ഒരു പരാതി പറയുന്നു. അവരെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം വരുന്നു, അവരെ നിരാകരിച്ചുകൊണ്ട് ബോളിവുഡിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ വരികയാണ്. കാരണം എന്താണ്? ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ പറയുന്ന നടിമാർക്ക് അതിനകത്ത് നിന്ന് പിഴച്ചു പോകുന്നതിന് ചിലപ്പോൾ ഈ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് അവരുടെ ദൗർബല്യമാണ്, അത് അങ്ങേറ്റം സഹതാപം അറിയിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൻ്റെ 100 ഇരട്ടി ആഴത്തിലായിരുന്നു സ്ത്രീകളുടെ സാഹചര്യം 19 വർഷം മുൻപ്. ഇപ്പോൾ അവർ കുറച്ച് കരുത്ത് നേടുകയാണ്. പിന്തുണയ്ക്കുകയല്ലേ സത്യത്തിൽ വേണ്ടത്? നമ്മൾ ഈ നിയമത്തിൻ്റെ ചെറു യുക്തികൾ അവിടെ അപ്ലൈ ചെയ്ത് ആ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുന്നത് ഒരു പുരോഗമന സമൂഹത്തിന് പറ്റുന്ന ഒന്നാണോ? ഇതൊരു മുദ്രാവാക്യത്തിൻ്റെ രൂപത്തിലേക്കേ വന്നിട്ടുള്ളൂ. വളരെയധികം ഹൈപ്പ് കിട്ടിയ ഒരു മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിൽ പെടുന്ന ആളുകൾ, അതിൻ്റെ ഇരയാവുന്ന ആളുകൾ മുഴുവൻ സത്യത്തിൽ ഈ ആരോപണത്തിന് വാസ്തവമാണോ അവർക്കെതിരെയുള്ള ആരോപണം എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഏതൊരാളും ഒരു കുറ്റം തെളിയിക്കുന്നത് വരെ അയാൾ ഇന്നസെൻ്റ് ആണെന്ന് ഒരു കൺസെപ്റ്റാണ് നമ്മുടെ രാജ്യത്തും ലോകം മുഴുവനും നിലനിൽക്കുന്നത്, ജനാധിപത്യ പ്രക്രിയയിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഈ മീറ്റു ക്യാമ്പയിനിൽ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? മാത്രവുമല്ല, യഥാർത്ഥത്തിൽ പറയേണ്ടതായിട്ടുള്ള അതിക്രമങ്ങൾ മുഴുവൻ പറയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെ നാം കാണേണ്ടത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടല്ല കാണേണ്ടത്. സത്യത്തിൽ എത്രയോ നമ്മൾ ഈ സമീപകാലത്ത് വായിച്ചാൽ ലജ്ജിതരാകുന്ന വാർത്തകൾ ഞാൻ പറയാം. അമ്മയും കാമുകനും ചേർന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങൾ സമീപകാലത്ത് തിയേറ്റർ വിവാദം പോലെയുള്ള സംഗതികളുണ്ടായിരുന്നു. അപ്പം ഈ പീഡനത്തിൻ്റെ പങ്കാളിയായി മാറുന്ന സ്ത്രീകളും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഏറ്റുമുട്ടായിട്ട് എന്തിനാണ് ഇതിനെ ചെറുതാക്കേണ്ട കാര്യം? പ്രത്യേകിച്ച് ബാലപീഡനം എന്ന് പറയുന്ന സംഗതി നേപ്പാളിൽ നിന്നായിക്കോട്ടെ, ബർമയിൽ നിന്നായിക്കോട്ടെ, ബംഗ്ലാദേശിൽ നിന്നായിക്കോട്ടെ, ഈ 3 രാജ്യങ്ങളിൽ നിന്നും വരുന്ന ടീനേജ് ഗേൾസിൻ്റെ എണ്ണം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. സെവറൽ ലാക്സ് ആണ്. ഇപ്പം ഇവർക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ ഈ ലോജിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ആ സ്ത്രീ പറയുന്നു, രാഷ്ട്രീയത്തിന് ഞാനില്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന മീഡിയ ഹൈപ്പിന് ഞാനില്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നു, എൻ്റെ സഹപ്രവർത്തകർക്ക് എനിക്ക് ശേഷം വരുന്ന കുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇത്തരം ആളുകളുണ്ട്, അത് മാത്രമേ ലക്ഷ്യം. അതിനൊരു വിസ്തീർണം ഞാൻ പറയാം. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും അപകടകരമായ വശം എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തൊരു പ്രോസിക്യൂഷനിലേക്ക് പോകുന്നില്ല, നിയമ നടപടിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ സമൂഹത്തിൽ പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതല്ലേ എൻ്റെ അപകടം. ഞാനിത് സമൂഹത്തിൽ പറയുന്നു, ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നു, ഞാനിത് തെളിവ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഒരാളായി 100% ഐ റെസ്പെക്ട് ഹർ. അങ്ങനെയുള്ള മറുപടി എന്താണ്? അത് ചോദിക്കുമ്പോൾ പിന്തിരിപ്പനാണെന്ന് വിചാരിക്കരുത്. ചില ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്, ഒപ്പം തന്നെ ഇതിൻ്റെ റേഷ്യോ പറയുകയാണ്. അതായത് സ്ത്രീകൾ തന്നെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് വേണമെങ്കിൽ ഒരു കൊട്ടേഷൻ പ്രവർത്തനമായി മാറാനുള്ള സാഹചര്യം. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ നന്നാവും തോന്നുന്നു. കാരണം ഓരോ 20 മിനിറ്റിലും ഒരു റേപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട റേപ്പുകൾ എന്ന് പറയുന്നത് ആകെ നടക്കുന്ന റേപ്പ്, ഞാൻ റേപ്പിനെ പറ്റിയാണ് പറയുന്നത്, ഏറ്റവും ഹീനിയസ് ആയിട്ടുള്ളൊരു ക്രൈമിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ഇത്തരം ചെറിയ പാസിങ്സ് നടത്തി എന്ന് പോലുമല്ല. അത് UN-ൻ്റെ സർവേ പ്രകാരം 11% റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ പറയപ്പെടാത്ത, ഹഷപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ബാക്കി വരുന്ന 89% റേപ്പിനെയും, പ്രത്യേകിച്ച് ലീഗൽ പ്രൊഫഷനിലുള്ള ഒരാൾ അതിനെപ്പറ്റി ബോധവാനല്ല എന്ന് പറയുന്നത് ട്രാജിക്കാണ്, വളരെ മോശമാണ്. ഇറ്റ്സ് വെരി പാത്തറ്റിക്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ കുക്കപ്പ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണോ? പിന്നെ വളരെ ഭംഗിയായിട്ടൊരു വാക്കുപയോഗിച്ചു, സോഷ്യൽ അസാസിനേഷൻ. അത് മാത്രമേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ലീഗലി ഇവരെ ആരെയും ഒന്നും ചെയ്യില്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് വക്കീലായതുകൊണ്ട് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്, കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക ചെയ്താൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അവരതിൽ സാമാന്യം എന്താ പറയുക, പയറ്റി തെളിഞ്ഞ ആൾക്കാരായതുകൊണ്ടാണ്. ടെസ്സിൻ്റെ
സ്റ്റാൻഡ് അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണെന്നാണ് ഞാൻ പറയുക. കാരണം ഷീ ഡസൻ കെയർ എ ഡാം. അവർ ബാക്കി ശിക്ഷയെ പറ്റി അവർ വിചാരിക്കുന്നേ ഇല്ല. അവളുടെ കൺഫ്രണ്ടേഷൻ അവളുമായി തന്നെയായിരുന്നു. അതാണ് അവൾ ചെയ്തത്. ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്യപ്പെടുമ്പം അവിടെ നിന്നു പോവും ജീവിതം. അങ്ങനെ നിന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ഈ പുറത്ത് പറയാൻ പറ്റാതെ നിൽക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് അടങ്ങിത്തീർന്നിട്ടില്ല, എരിഞ്ഞടങ്ങിയിട്ടില്ല എന്നും ഞങ്ങൾ മുന്നോട്ട് വരികയും വി വിൽ നെയിം ആൻഡ് വി വിൽ ഷെയിം യു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരാൻ തയ്യാറാവുന്നതിൽ പരം പ്രോഗ്രസീവായിട്ട് വേറെ എന്ത് കാര്യമാണുള്ളത്? അവസാനമായിട്ട് ഈ അപർണ പറഞ്ഞ കാര്യമാണ്. ഇവർ ചെയ്ത് ശീലിച്ചിട്ടുള്ളതിൽ നിന്നും അവർക്ക് റേപ്പിനെയും ലവ് മേക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഇരുട്ടത്ത് ഇണചേർന്നുണ്ടായ മക്കളാണ് ഇവിടെയുള്ള നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് വെളിച്ചത്തിൽ കണ്ണിൽ നോക്കിയിട്ട് മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി നടത്തുന്നതിൻ്റെ പേര് സെക്സ് എന്നും അങ്ങനെ അല്ലാതെ നടത്തുന്നതിൻ്റെ പേര് റേപ്പാണ് എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത നമ്മളുടെ എന്ത് സെക്ഷുവാലിറ്റിക്ക് എന്ത് സൗന്ദര്യമുണ്ട് എന്നാണ് ശ്രീ രാമനുണ്ണി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. അങ്ങനെയുള്ള ഒരു ദിവസം വരും. അല്ല, നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഒരു സ്ത്രീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അവളെ ശല്യം ചെയ്തുകൊണ്ടൊരാൾ പോകുന്നു. അവളുടെ ഓരോ നോവും അവളുടെ സൈൻ ഓഫ് മോഡസ്റ്റി ആയിട്ടാണ് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞ നോ എന്നും നോസ് നോ എന്ന് അവർക്ക് ഒരു ക്ലാരിറ്റിക്കാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് നോക്കൂ, എല്ലാ ആക്ഷേപങ്ങളും വസ്തുതാപരമാണെന്ന് നമ്മൾ എങ്ങനെ വിലയിരുത്തുമെന്നതാണ്. ഇതിനകത്ത് ദുരുപയോഗത്തിന്റെ സാധ്യതയില്ലേ എന്ന ചോദ്യം. ആ ചോദ്യം ധാർമ്മികമായ ആ ചോദ്യം ശരിയല്ല എന്ന് വാദിക്കാമെങ്കിലും സാങ്കേതികമായി അതിന് മറുപടി പറയേണ്ടതുണ്ടല്ലോ. എന്തിനാണ് ഇത്തരം സാങ്കേതികത ഈ കാര്യത്തിൽ മാത്രം നമ്മളുടെ ഒരു ഷഡ്യം പിടിക്കുന്നത്? എന്തിനാണ്? നമ്മളിവിടെ എത്ര വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ നിൽക്കേണ്ടി വരുന്നത് സ്ത്രീകളെ കൊണ്ട് തന്നെ അടിമത്തം ആനന്ദമാണ് എന്ന് പറയിപ്പിച്ച് തെരുവിലിറക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കേരളമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഒരു സ്ത്രീ പറയേണ്ടത്, അവൾ കൺഫ്രണ്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും. അവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യണം എന്ന് മാത്രമല്ല, ശ്രീ രാമനുണ്ണി പറഞ്ഞു ഭയപ്പെടണം ഇനി എന്ന് പറഞ്ഞു. ഭയപ്പെടുക തന്നെ വേണം. കാരണം സ്ത്രീയുടെ സമ്മതത്തോടെ അല്ലാതെ അവളായിട്ടൊരു വേഴ്ച പോട്ടെ, അവളുടെ ശരീരത്തിൽ തൊടണമെങ്കിൽ പോലും അവർ ഭയപ്പെടുക തന്നെ വേണം. സമ്മതത്തോടെ മാത്രം നടത്തുന്നതായിരിക്കണം ഈ സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ബന്ധം. ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് വളച്ചൊടിക്കാൻ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. ഈ വളച്ചൊടിക്കാൻ സാധ്യതകളുള്ളത് ഒരു കേസ് എന്നല്ല, എല്ലാ കേസിലും വളച്ചൊടിക്കലുകളുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ മാത്രം വളച്ചൊടിക്കലുകൾ സംസാരിക്കപ്പെടുന്നു. മറ്റുള്ള കേസുകളിലെ വളച്ചൊടിക്കലുകൾ സംസാരിക്കപ്പെടാതിരിക്കുകയും ഈ കേസിലെ വളച്ചൊടിക്കലുകൾ മാത്രം സംസാരിക്കപ്പെടുന്നതിൻ്റെയും അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ദീദി പറഞ്ഞ പോലെ ഞാനൊരു റേപ്പ് ചെയ്യുന്ന ആളുകളെ പിന്തുണയ്ക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് അതിൻ്റെ ശാസ്ത്രീയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ഞാനെക്കുറിച്ച് കൃത്യമായി എഴുതുകയും പഠിക്കുകയും ചെയ്ത ആളാണ്. എന്നു മാത്രമല്ല, ഫോർ യുവർ ഇൻഫർമേഷൻ, ചൈൽഡ് അബ്യൂസ്, മയക്കുമരുന്ന്, റേപ്പ് ഈ 3 കേസും ഞാൻ ഡിഫെൻഡ് ചെയ്യാറില്ല. എൻ്റെ ഓഫീസിലെ ജൂനിയേഴ്സും ചെയ്യാറില്ല. ആസ് എ മാറ്റർ ഓഫ് പോളിസി. അപ്പോൾ ഐ ആം കൺസേൺഡ് അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് പറയാം. ഇദ്ദേഹം ചോദിച്ചത് എല്ലാ ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ചർച്ചയുടെ യഥാർത്ഥ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മൾ നിയമത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, ഒരു ക്യാമ്പയിനെ കുറിച്ചാണ്, ഒരു മുദ്രാവാക്യത്തെക്കുറിച്ചാണ്, ഒരു ഇപ്പോൾ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. ഇയാൾ എന്നെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്രവിച്ചു, അല്ലെ ഇയാൾ എന്നോട് ഇത്ര സെക്ഷ്വൽ ഫേവേഴ്സ് ചോദിച്ചു എന്ന് പറയുന്ന ഒരു ട്രെൻഡ്, മീ ടു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിയമങ്ങൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അത് സത്യം തന്നെ. പക്ഷേ ഈ ട്രെൻഡ് എന്ന് പറയുന്ന നിയമത്തിന് മുന്നിൽ ഒരാൾ കോടതി വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരപരാധിയാണെന്ന് തെളിയിച്ച് രക്ഷപ്പെടാനുള്ള ഒരവസരമുണ്ട്. പക്ഷേ ഒരു പ്രചരണം നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ, അത് മീഡിയയും കൂടി ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഒരു രീതിയിൽ ഒരു പ്രചരണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും? നമുക്ക് തിരിച്ച് പ്രചരിപ്പിക്കലാണ് അതിൻ്റെ മറുപടി, അല്ല പരിഹാരം മറുപടിയും അതല്ലല്ലോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇതൊക്കെ ആലോചിച്ചിട്ടാണ് കാലം ഈ സംസ്കാരങ്ങളുടെ വിവിധ യാത്രകളിൽ ഇത്തരം ഈ ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഉണ്ടാവുകയും കോടതികളുണ്ടാവുകയും ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ബോഡി ഉണ്ടാവുകയും അത് അംഗീകരിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് നമ്മൾ തീരുമാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. മറിച്ച് ഇതൊരു പ്രചരണമാണ്. ഈ പ്രചരണത്തിൽ എത്രമാത്രം ഞാൻ ചോദിക്കുന്നു, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല, അന്ന് അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു നടിക്കെതിരായ അക്രമം ഉണ്ടായ സംഭവം അവരപ്പോൾ തന്നെ പരാതി പറയാൻ രംഗത്ത് വരികയാണ്. ധീരമായ ഒരു സ്റ്റെപ്പായിരുന്നു എന്ന് പറയാം. പക്ഷേ അവർക്ക് അവരുടെ സംഘടനയ്ക്കകത്തുനിന്ന് പോലും എന്തുമാത്രം പിന്തുണ ഈ കാലത്ത് കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ. എത്ര കിട്ടിയിട്ടുണ്ട്? കിട്ടിയിട്ടില്ല. അപ്പോൾ 20 വർഷം മുൻപ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? സംഭവം ഇതുമായിട്ട്
പഠിപ്പിക്കരുത്. അല്ല, ഞാൻ നടിയുടെ പറയുന്നത് സംഭവത്തിൽ ഒരു അല്ല, നടിയുടെ സംഭവത്തിൽ ക്രൈം അല്ലല്ല, അതല്ല. അത് ഇന്നും ഈ 2018 ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ഒരു അവസ്ഥയാണ്. അതിനെ ന്യായീകരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ നടിക്കെതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കന്യാസ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള പീഡനത്തിൽ ഞാൻ അത് ശക്തമായി പല പ്ലാറ്റ്ഫോമിൽ പ്രതികരിച്ച ആളുകളാണ് നമ്മളൊക്കെ. ഞാൻ പറയുന്നത് താങ്കൾ ആവശ്യപ്പെടുന്ന ഈ ലീഗൽ വഴിയെ പോകുന്നവരാണ് അവർ. അപ്പോൾ തന്നെ പരാതിപ്പെട്ടവരാണ്, പിന്നീട് കാലത്തേക്ക് മാറ്റിവെച്ചില്ല. പക്ഷേ എങ്ങനെയാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്? അത് നടിക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നു, പക്ഷെ പ്രതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന നിലപാടെടുക്കുകയാണ് ഇവിടുത്തെ ആൺമേൽക്കോയ്മ സംവിധാനം. അപ്പോൾ നമുക്ക് ഈ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഒരിടത്തും. അല്ല, അതൊക്കെ ഒരു അന്തസ്സില്ലാത്ത നിലപാടുകളാണ്. ഞാൻ അവിടെ ഒപ്പം നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു പറയുന്നത് നിലപാടില്ലായ്മയുടെയും അന്തസ്സില്ലായ്മയുടെയും പ്രശ്നമാണ്. അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പക്ഷേ പ്രചരണം അയച്ചു വിട്ടു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നിരപരാധികളിലേക്ക് ഇത് മാറും. ഞാൻ ആദ്യമേ ചർച്ചയുടെ ആരംഭത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് വളരെ കോമ്പറ്റീഷനുള്ള ലോകത്താണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. പ്രൊഫഷണൽ കോമ്പറ്റീഷൻ, കോർപ്പറേറ്റുകളുടെ കോമ്പറ്റീഷൻ, ഗ്ലോബലൈസിൻ്റെ കാലത്ത് ഒരു വാല്യൂ ഇല്ലാത്ത കോമ്പറ്റീഷൻ. അതായത് വിജയിച്ച ഒരാളെ പരാജയപ്പെടുത്തലാണ് പിന്നാലെ വരുന്നവൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ കൊട്ടേഷനുകളായി മാറാം, പണം വാങ്ങിയിട്ട് ആരോപണങ്ങൾ ഉണ്ടാകാം. ആ ഒരു വരാൻ പോകുന്ന ഒരു കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. കേരള സമിറ്റിലൊരു ഇടവേള. വീണ്ടും സ്വാഗതം ചർച്ചയിലേക്ക്. ചരിത്രത്തിലേക്ക് നോക്കി ആലോചിച്ചാൽ നമുക്ക് ആ കോൺസിക്വൻസിന് ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യമായി ആര് പറഞ്ഞുണ്ടായിട്ടില്ല എന്ന്? ഞാൻ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ബാധാഹരിയല്ലേ ചരിത്രം കണ്ട എക്കാലത്ത് ഏറ്റവും വലിയ സ്പൈ എന്ന് പറയുന്നത്? അപ്പോൾ സ്ത്രീകളെയും പുരുഷനെയും നിങ്ങൾ വേർത്ത് നിർത്താതെ സ്ത്രീകളും പുരുഷനും ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു സാമൂഹ്യ ക്രമത്തിൽ മാത്രമേ ഇത്തരം അടിച്ചമർത്തലുകളെ ചെറുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ കാര്യം നോക്കിക്കളയാം, ഞങ്ങൾ പ്രചരിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതല്ല അതിൻ്റെ അത് ശരി. അതിൻ്റെ അകത്ത് ഞാൻ ഉണ്ണിയുടെ ഭാഗത്താണ്, രാമുണ്ണിയുടെ ഭാഗത്താണ്. കാരണം ഈ ബന്ധങ്ങളുടെ ഒരു എവിടെയോ ഒരു രസതന്ത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുരുഷന്മാർക്ക് ഭയമാകാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ എനിക്കെതിരെ ആരോപണം വരുമോ? എൻ്റെ ഓഫീസിൽ ഞാനൊരാളെ ജോലിക്ക് വെച്ചാൽ, ഒരാളെ ജൂനിയറാക്കി വെച്ചാൽ എൻ്റെ ഭാവിയിൽ എൻ്റെ ഫേറ്റ് എന്താവും എന്നുള്ള ഒരാൾ ചിന്തിച്ചാൽ നമുക്ക് എങ്ങനെ ഈ ദുരുപയോഗ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ സമൂഹം അത്ര കൾച്ചേർഡല്ല. അപ്പോൾ നീതി പറയുന്നത് എന്താ? മറ്റൊക്കെ ദുരുപയോഗം ചെയ്യുന്നില്ലേ? അപ്പോൾ തന്നെ ഇത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്നൊരു ഉറപ്പോടെ പറയാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് നമുക്ക് ഒരാളെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനുള്ള എന്ത് അധികാരം? നോക്കൂ, ഇപ്പോൾ ആ ചർച്ച പോകുന്ന ഒരു വഴി നമുക്കറിയാമല്ലോ. ഇപ്പോൾ ആളുകൾ, ഇപ്പം ഞാൻ നിങ്ങളുമായി സംസാരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ തന്നെ തമാശയായി പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളോട് മിണ്ടുന്നതിനെ സൂക്ഷിക്കണം, കാരണം അവർക്ക് എപ്പോൾ ഒരു മീറ്റു അലിഗേഷൻ നമുക്കെതിരെ ഉന്നയിക്കാൻ കഴിയുമെന്ന്. ചില ആളുകൾ പറയുന്നു സ്ത്രീകളെ നമുക്ക് എടുക്കുന്നത് പരമാവധി കുറയ്ക്കേണ്ടി വരും, കാരണം അവർക്ക് എപ്പോഴുള്ള അലിഗേഷൻ ഉന്നയിച്ച് ആകെ സീൻ മോശമാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ അതിന് ശേഷമുണ്ടാകുന്ന ചർച്ചയിൽ പോലും സ്ത്രീകളെ ഒഴിവാക്കി നിർത്തി എങ്ങനെ സേഫ് ആവാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി മാറുന്നു എന്ന പ്രശ്നം അതിനകത്തുണ്ടോ ഈ മീറ്റു? നേരത്തെ ഡോക്ടർ സജ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മീറ്റു ക്യാമ്പയിനിങ്ങിലൂടെ ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് വന്നുകൊണ്ടിരിക്കുക. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ മതങ്ങൾ തമ്മിൽ അടിച്ചു, ജാതികൾ തമ്മിൽ അടിച്ചു, മതത്തിൻ്റെ ഉള്ളിലുള്ള ഫാക്ഷൻസ് തമ്മിൽ അടിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് സ്ത്രീയെയും പുരുഷനെയും പരസ്പരം അടുപ്പിക്കുന്ന രീതിയിലേക്ക് ക്യാമ്പയിനിങ് മാറാൻ പാടില്ല. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ സപ്പോർട്ടും കൂടി കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ നടിക്ക് നേരിട്ടപ്പോൾ നടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രഗത്ഭന്മാരായ പുരുഷാധിപത്യം മുഴുവൻ ആരോടൊപ്പം ഉള്ളത്? ആരോപിക്കപ്പെട്ട ആളുടെ കൂടെയുള്ളത്. വേണ്ട, ഇപ്പം ലേറ്റസ്റ്റ് മീറ്റു ക്യാമ്പയിനിങ്ങിൽ നമ്മുടെ കേന്ദ്രമന്ത്രിക്കെതിരെ വന്നപ്പം 2 പ്രഗത്ഭരായ വനിതകളുണ്ടല്ലോ കേന്ദ്രമന്ത്രിസഭയിൽ. അവരുടെ മൗനം എന്താണ് കാണിക്കുന്നത്? കേരളത്തിൽ ഒരു MLA-ക്കെതിരെ വന്നു. ആ MLA ഒരു ജനപ്രതിനിധി ആക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്കെങ്കിലും ഒന്ന് ആലോചിക്കാമായിരുന്നു. സ്വന്തം ഭാര്യ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചവരാണ്. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളൊരു ക്യാമ്പയിനിങ് നടത്തുമ്പോൾ സമൂഹത്തിൽ നമുക്കൊരു മാറ്റം വരണം. മാറ്റം എവിടെ നിന്ന് തുടങ്ങണം? പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും അവരൊന്ന് കോഷ്യസ് ആവട്ടെ, പേടിക്കട്ടെ. മീറ്റു ക്യാമ്പയിനുകളിലൂടെ ഒരു വിഭാഗം, ഒരു നാണയത്തിൻ്റെ മറുവശം കുറച്ചൊന്ന് പേടിക്കട്ടെ. കാരണം എന്തിനും സ്ത്രീയെ അവരുടെ ചട്ടുകമാക്കാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ കുറച്ച് പേടി വരട്ടെ എന്നാണ്. ശ്രീ KP രാമനുണ്ണി, താങ്കൾ ആശങ്കപ്പെടുന്നത് ഇതുണ്ടാക്കുന്ന പ്രശ്നം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലെ സൗന്ദര്യ തലം, അതായത് താങ്കളുടെ വീക്ഷണകോണിലുള്ള സൗന്ദര്യ തലത്തിൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ശരിയായ തുല്യനീതിയിലൂന്നിയ സൗന്ദര്യം സ്ഥാപിക്കാനാണ് സത്യത്തിൽ ഇത് ഉതകുക എന്നാണ് ദീദി ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾക്ക് ആ കാര്യത്തിൽ തിരുത്തേണ്ടതുണ്ടോ? ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഈ ജീർണമായ അവസ്ഥ സ്ത്രീ പുരുഷ ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപർണയ്ക്ക് പറയാൻ പറ്റുമെന്ന് സ്ത്രീ പുരുഷ ബന്ധമൊക്കെ വളരെ നന്നായിട്ട് നിൽക്കുന്നതെന്ന്. ഏറ്റവും അധികം ഡൈവോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം, ഡൈവോഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ സ്ത്രീകൾക്ക്, ചെറിയ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം അതിഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ആധുനികമായ സമൂഹം സ്ത്രീ പുരുഷ ബന്ധങ്ങളെ വളരെ നാശമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ നേരിടുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. ഇത് ഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയക്കേണ്ട ഒരവസ്ഥ സ്ത്രീക്കും പുരുഷനും പരസ്പരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദീദി അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പരം സ്നേഹത്തോടു കൂടി പെരുമാറാൻ, പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞിനോട് പോലും നമുക്ക് സ്നേഹം കാണിക്കാൻ ഒരു നല്ലവനായ പുരുഷന് ഭയമുണ്ടാവുന്ന അവസ്ഥയുണ്ട്. ഇതുണ്ടാക്കുന്ന സ്ത്രീകളെല്ലാം ഭയം എന്തിനുണ്ടാവും? അതെന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? അത് അവരുടെ ഉദ്ദേശശുദ്ധിയിൽ നമുക്ക് സംശയമുള്ളത്. അതുകൊണ്ടല്ല, ഈ പിന്നെ കൊച്ചുകുട്ടികളെ കൂടിയും റേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാക്കുന്ന കലുഷമായ അന്തരീക്ഷം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. ഈ പരസ്പരമുള്ള കുറ്റാരോപണങ്ങളെക്കാൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് നാം നോക്കേണ്ടത്. എങ്ങനെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ആരോഗ്യകരമാക്കാം എന്നതാണ് നാം ആലോചിക്കേണ്ട കാര്യം. അല്ലാതെ ഇതിൽ പരസ്പരം നമ്മളിരുന്ന് തർക്കിച്ച് സ്ത്രീയും പുരുഷനും ആയിട്ട്, ഇത് സ്ത്രീയും പുരുഷനും കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ കുട്ടികൾ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി തനിക്ക് ഉപഭോഗിക്കാനുള്ള വസ്തുവല്ല, തനിക്ക് തുല്യമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു സഹജീവിയാണ് എങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും? ആ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറയുന്നത് ഈ ചില കേസുകളിൽ ആളുകൾ പ്രതികളാക്കപ്പെടുന്നു എന്നതുകൊണ്ട് നമുക്ക് സ്ത്രീകളോടും കുട്ടികളോടും സുതാര്യമായി ഇടപെടാൻ കഴിയാത്ത തരത്തിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ഇപ്പം പല കഥകളിലും വന്നു കഴിഞ്ഞു. ഇപ്പം ചെറിയ അച്ഛന് പോലും ഒരു കുട്ടീനെ ഓമനിക്കാൻ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. ഓരോ ദിവസവും കുട്ടികൾ, 4 വയസ്സായിട്ടുള്ള കുട്ടി, പണ്ടത്തെ 4 വയസ്സായ കുട്ടിയുടെ മുഖത്തുള്ള നിഷ്കളങ്കത ഇന്ന് നമുക്ക് കാണാൻ പറ്റുമോ? കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പുരുഷാധിപത്യത്തിൻ്റെ വൃത്തികേട് കൊണ്ട് തന്നെയാണത്. അത് നമ്മൾ സമ്മതിക്കണം. അപർണ, താങ്കൾ എന്ത് പറയുന്നത് അതിനെക്കുറിച്ച്? ഇതിന് ഈ തരത്തിലൊക്കെയുള്ള ചില റിസൾട്ടുകൾ ബാക്കിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, രാമനുണ്ണി സാർ പറഞ്ഞത് നിങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് ഞങ്ങൾ പേടിക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ഇടപെടാൻ പേടിയാകുന്നു, അതുകൊണ്ട് നിങ്ങൾ പറയാതെ ഇരിക്കൂ, ഞങ്ങൾക്ക് പേടി ഉണ്ടാവാതെ ഇരിക്കട്ടെ. വളരെ ഇങ്ങനെയുള്ള മനോഭാവമാണ് നമ്മളെ സമൂഹം നന്നാക്കാത്തത്. ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റേ മഹാമോശമായിട്ടുള്ള തലം സംസാരിക്കായിരിക്കും. ഇതല്ല സ്ത്രീ പുരുഷ ബന്ധം നന്നാക്കൂ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പറയാതിരിക്കുന്നല്ല. സ്ത്രീ പുരുഷ ബന്ധം എങ്ങനെ പുരുഷമേധാവിത്വത്തിന്റെ വൃത്തികേട് കേടുവരുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്നല്ല പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥകളെയാണ് ചോദ്യം ചെയ്യുന്നത്. അവർ പറയട്ടെ എന്ന നിലപാടാണ് താങ്കൾക്കുള്ളത്. ധീരമായി അവർ പറയണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഈ സമൂഹത്തെ കണ്ണാടിയായിട്ട് നമുക്ക് മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടാനുള്ള ഒരു അവസരമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആർക്കാണ്. അതേ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധമൊക്കെ വളരെ നന്നായിട്ടാണ് എങ്ങനെ അപർണയ്ക്ക് പറയാൻ പറ്റും? നിങ്ങൾ ഏത് കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, നമ്മൾ മീ ടു ക്യാമ്പയിനിങ്ങിൻ്റെ പ്രശ്നത്തെ പറ്റി രാമനുണ്ണി സാർ പറഞ്ഞു വന്നതിൽ നിന്നാണ് ഞങ്ങൾ പുരുഷന്മാർക്ക്, അച്ഛന്മാർക്ക് കുട്ടികളെ കളിപ്പിക്കാൻ പേടിയാകുന്നു, സ്ത്രീകളുമായി സംസാരിക്കാൻ, ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പേടിയാകുന്നു, നല്ല ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധമില്ല എന്ന് പറഞ്ഞത് മീ ടു ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു പ്രതിലോമകരമായ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടെന്നുള്ള നിലയിലാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഒന്ന് പറയുമ്പോഴേക്ക് മീ ടു ക്യാമ്പയിന് എതിരാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? അത് ശരി ശരി, യാതൊരു കാര്യവുമില്ല. അത് പൂർത്തിയാക്കിയാൽ നമുക്ക് പറയാം. എനിക്ക് എന്നെ ഉപദ്രവിച്ചു എന്ന് തോന്നുന്ന, അല്ല ഞാൻ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഓരോ സന്ദർഭത്തെ പറ്റിയും തുറന്നു പറയാനുള്ള കരുത്ത് നേടിയ ഓരോ പെൺകുട്ടിയും നെയ്മിങ് ആൻഡ് ഷെയ്മിങ് മാത്രം നടത്തിയ ഒരു ഇതാണ് മീ ടു ക്യാമ്പയിനിങ്. ഒരുപാട് പെൺകുട്ടികൾ അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയോട് ഇടപെടുമ്പോൾ സ്വാഭാവികമായി കാണിക്കേണ്ട മാന്യതയും മര്യാദയും കാണിക്കാൻ ഓരോ പുരുഷനും അലേർട്ടാവും. ഇത് ഞങ്ങളുടെ മാത്രം ലോകമാണെന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് ഞങ്ങൾ നിരന്തരം വാച്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കരുതലിലേക്ക് വരണം. അപ്പോൾ നല്ല വിഷമം തോന്നും. ഇതുവരെ നല്ല സുഖമായിട്ട് അങ്ങ് കഴിഞ്ഞു പോയ ആൾക്കാർക്ക് നല്ല വിഷമം തോന്നും, പേടി തോന്നും. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇപ്പോൾ മുകേഷിൻ്റെ ഭാര്യയൊക്കെ ഒരു പരസ്യ പ്രതികരണമായി പറയുന്നത് ഈ കാര്യത്തിൽ ഇത് തിരിച്ചും ഒരു കൗണ്ടർ ക്യാമ്പയിനിൻ്റെ സാധ്യതയൊക്കെ ഉണ്ട് എന്നാണ്. അത് നിഷ്കളങ്കരായ ആൾക്ക് പൊതുവെ അതിൽ ന്യായമുണ്ടെന്നൊക്കെ തോന്നും. അതിന് മറുപടി വേണമല്ലോ. അതെ അതെ, ആ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജുകൾ അയക്കുന്ന സ്ത്രീകൾക്കെതിരെയും വസ്ത്രധാരണത്തെ പറ്റിയും ഇത്തരം ആരോപണങ്ങളൊക്കെ പണ്ടേ ഉള്ളതാണ്. പുരുഷന്മാരുടെ പ്രലോഭനങ്ങൾക്കും എപ്പോഴും സ്ത്രീകളാണല്ലോ ഉത്തരവാദികൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരങ്ങനെ ഒരു ക്യാമ്പയിനിങ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുഭൂരിപക്ഷം മലയാളികളും അവരുടെ കൂടെ കൂടാനും സാധ്യതയുണ്ട്. ഈ മീ ടു ക്യാമ്പയിനെതിരായിട്ട് നമ്മുടെ നാട്ടിലെ മലയാളിയുടെ പൊതുബോധം
ഒരു മുഖം തിരിച്ച് നിൽക്കുന്നതിൽ വലുതായിട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ തനിക്ക് തന്നെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തി എന്ന് പരാതിപ്പെട്ടപ്പോൾ അവൾ 12 പ്രാവശ്യം മിണ്ടിയില്ലല്ലോ, 13ാമത്തെ പ്രാവശ്യം മാത്രം എന്തുകൊണ്ട് മിണ്ടി എന്ന് ചോദിച്ച ഒരു MLA ഉള്ള നാടാണ് നമ്മുടേത്. പിന്നെ പണ്ട് ഹിറ്റ്ലർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ പറഞ്ഞതുപോലെ അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ രാമൻകുട്ടി. അപ്പോൾ അന്ന് അവൾക്കുണ്ടായ ഒരു നിസ്സഹായത അവളുടെ കൺസേൺ ആയി കാണുക എന്ന് പറയുന്നത്ര അപകടകരമായ ഒരു അവസ്ഥ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ സാറ് പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഇപ്പോൾ വളരെ എന്താ പറയുക വൾഗറായ രീതിയിലേക്ക് പോകുന്നു എന്നതിനോട് തീർത്തും ഞാൻ വിയോജിക്കുന്നു. കാരണം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ക്യാമ്പസിലുള്ളവരാണല്ലോ, ഇപ്പം അദ്ദേഹം പറഞ്ഞത് സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ആകെ ആകുലതകളുണ്ട്, അവർക്ക് പരസ്പരം വളരെ ഇതാണ് ഈ അടുത്ത് പ്രവർത്തിക്കാൻ. സത്യത്തിൽ അങ്ങനെയാണോ? പഴയ കാലത്തിൽ നിന്ന് കുറച്ചുകൂടി നമ്മളൊക്കെ പ്രോഗ്രസീവായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം സംവദിക്കുന്നു, അവരുടെ ആർത്തവത്തെക്കുറിച്ചും അതിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ കൂടി പറയുന്ന തരത്തിൽ റിലേഷൻഷിപ്പ് കുറിച്ചൊരു വിശാലമായിട്ടുണ്ട്. അങ്ങനെയാണോ? അതോ ഈ പുതിയ കാലത്ത് ഇത്രയും അധികം ഇഷ്യൂസ് നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ആദിയുടെ പ്രശ്നം ക്യാമ്പസിലടക്കം യുവാക്കൾക്കിടയിലുണ്ടോ? അങ്ങനെ യാതൊരു പ്രശ്നവും ക്യാമ്പസിലില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആർത്തവം ഒരു ജൈവിക പ്രക്രിയയാണ്. ഓക്കെ, അതിനെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ദീദി ദാമോദരൻ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അതായത് ഈ പ്രശ്നം ഒഴിവാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകളെ ഒഴിവാക്കുകയാണ് എന്നൊരു ചർച്ച ഫോം ചെയ്തിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഈ തരത്തിൽ സവിശേഷമായ ചില അധികാരങ്ങളുണ്ട്, നിയമപരമായി പോലും അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥ. അത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ആളുകളെ അപകടത്തിലാക്കും എന്നത്. അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ കഴിയുമെങ്കിൽ അത്ര നല്ലത്, അവരോട് കൂടുതൽ അടുപ്പം ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതത്ര നല്ലത് എന്ന നിലയ്ക്കൊരു ചർച്ച ഉണ്ടാവുന്നുണ്ട്. അത് കൂടുതൽ ബലപ്പെട്ട് വരിക ഒരുപക്ഷെ അതായിരിക്കുമോ? ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ സ്ത്രീയെ തൊഴിലിടത്ത് നിന്ന് മാറ്റി നിർത്തും എന്ന് പറയുകയാണെങ്കിൽ മാറ്റി നിർത്തുക തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നൂർബീന റഷീദ് പോലെ ഒരാളത് പറയുമ്പോൾ ഏത് അവസരമാണ് സ്ത്രീക്ക് കൊടുത്തിട്ടുള്ളത്? എത്ര നമ്മളെ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലോ എത്ര സ്ത്രീകളുണ്ട്? പിന്നെ അനുസരിപ്പിക്കുന്ന കുറച്ച് സ്ഥാനങ്ങളിൽ ആളെ കൊണ്ട് ഇരുത്തി എന്നതൊഴിച്ചാൽ ഇവിടെ എന്ത് അവസരം സ്ത്രീക്ക് കിട്ടി എന്നാണ് പറയുന്നത്? ഇനി ഈ മീ-ടു കാരണം ആ അവസരങ്ങൾ അനുസരിക്കാനുള്ള ഒരവസരം അവൾക്ക് ഇല്ലാതായി പോകുമെന്നുണ്ടെങ്കിൽ അതില്ലാതാവുക തന്നെയാണ് വേണ്ടത്. ഇത് തന്നെയാണ് റെവല്യൂഷൻ. ഇത് കംപ്ലീറ്റ് മാറി തന്നെ വേണം പുതിയ ഒരു കാര്യം ഉണ്ടാവാൻ. ശ്രീ രാമനുണ്ണിക്ക് ഇപ്പോഴും ആ കൺഫ്യൂഷൻ മാറിയിട്ടില്ല. കാരണം അദ്ദേഹം ചോദിക്കുന്നു, എങ്ങനെയാണ് ഒരു പുരുഷന് ഒരു കുട്ടിയോട് അല്ലെങ്കിൽ നല്ല തരം ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് തടസ്സമുണ്ടാവുന്ന വിധമാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന് അറിയാതെ പോയത് 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം അൺഅക്കൗണ്ടബിൾ ആയ കണക്ക് കൊടുക്കാത്ത ഒരു സമയം ഒരു സ്ത്രീക്കില്ല. എന്ന് വെച്ചാൽ അർദ്ധായുസ് മാത്രം ജീവിക്കുന്ന സ്ത്രീകളാണ്. എന്ത് പേടിച്ചിട്ട്? ഇവരിപ്പം നാളെ എന്നെപ്പറ്റി മോശമായ ആൾക്കാർ കരുതിയേക്കും എന്ന് പേടിക്കുക. ഒരു കുട്ടിയെ ഞാൻ തൊട്ടാൽ എനിക്കൊരു ചീത്തപ്പേരുണ്ടാവും എന്ന് പേടിച്ചിട്ട് തൊടാൻ പറ്റാത്തത് വലിയ പ്രശ്നമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പേ കൂടണഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇതേ ആകാശവും ഇതേ ഭൂമിയുടെയും പാതി അവകാശം ഉണ്ടായിരുന്നു. ഞങ്ങൾ ജീവിച്ചത്, ഇവരൊക്കെ ജീവിച്ചതിൻ്റെ നേർപകുതിയാണ്. ആയുസിൻ്റെ അർദ്ധം മാത്രമാണ് നമ്മൾ ജീവിച്ചത്. ബാക്കി ഇവർ പറഞ്ഞുണ്ടാക്കിയ ഈ സ്ട്രക്ചറിനകത്ത് ഉണ്ടായേക്കാവുന്ന ഒരു ചീത്തപ്പേരിൻ്റെ ചൊല്ലിയാണ് ഞങ്ങളെല്ലാവരും പേടിച്ചുകൊണ്ട് എന്താണ് റോട്ടിൽ ജംഗ്ഷനിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം വേണം. ഞാൻ ഇന്ന ആളെ, കുട്ടിയെ, മറ്റേ ആളെ കാത്തിരിക്കുന്നു. അങ്ങനെ അല്ലാതെ വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീക്ക് വെറുതെ ചിലവാക്കാൻ നമ്മൾ സമയം കൊടുക്കാറില്ല. രാത്രികൾ സ്ത്രീകൾക്കില്ല, തെരുവുകൾ സ്ത്രീകൾക്കില്ല. ഇത് മുഴുവൻ ഇല്ലാത്ത അതിൻ്റെ എല്ലാ പ്രിവിലേജും അനുഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പോലും അദ്ദേഹത്തിന് അസ്വാസ്ഥ്യം ഉണ്ടാവുന്നത്. പിന്നെ സ്ത്രീകൾക്ക് ഇതിൻ്റെ പേരിൽ അവസരമില്ല എങ്കിൽ അവസരം വേണ്ട. കാരണം അനുസരിച്ചുകൊണ്ടുള്ള ഒരവസരവും ഇനി ഒരു സ്ത്രീയും വെച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച വരെ ഇനി സ്ത്രീകളെ മാറ്റി നിർത്തണം എന്ന രീതിയിലാണെന്ന്. അത് ഇപ്പോഴും അങ്ങനെയാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ല. നമ്മൾ രാത്രി പോകുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തയക്കാതിരിക്കുക ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എനിക്കിപ്പോൾ വീട്ടിലെത്തണേ 5:30 വീട്ടിലെത്തിയിരിക്കണം. കാരണം എന്താ, അവർ പേടിയാണ്, ഞാൻ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണോ, അല്ലെങ്കിൽ റോഡിൽ ഒരാൾ കൂടെ ഇല്ലെങ്കിൽ ഞാൻ സേഫ് അല്ലേ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ല, ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആണുങ്ങളുടെ ഇൻറ്റൻഷൻ മാത്രം പരിശോധിച്ച് ഒരു കേസിൻ്റെ മെറിറ്റ് ഫിക്സ് ചെയ്താൽ മതി, സ്ത്രീ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് കാര്യമായ പരിശോധന വേണ്ട
എന്ന് വേണമെങ്കിൽ വിവക്ഷിക്കാവുന്നതാണ് എൻ്റെ ഒരു ധാരണ. അതായത് ഞങ്ങൾ തൊട്ടത് മാന്യമായിട്ടാണ്, ഞങ്ങൾ തൊട്ടത് ശരിയായ അർത്ഥത്തിലാണ് എന്ന ഞങ്ങളുടെ ഇൻറ്റൻഷൻ മാത്രം പരിശോധിക്കൂ. നിങ്ങൾക്ക് എന്തു മാനസികാവസ്ഥയുണ്ടായെന്നുള്ളത് വേറെ തന്നെ വിഷയമാണ്. അത് പിന്നെ നോക്കാം, അല്ലെങ്കിൽ നോക്കുകയില്ല എന്ന ലൈൻ അത് പറ്റില്ല എന്നാണ്. ഇങ്ങനത്തെ യാതൊരു വിവക്ഷയും ഇതില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം സ്ത്രീയും പുരുഷനും ചേർന്ന് പരിഹരിക്കേണ്ട പ്രശ്നമാണ് പുരുഷ മേധാവിത്വത്തിന്റെ വൃത്തികേടുകൾ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സഹകരണ യജ്ഞം സാധ്യമാണെന്ന് താങ്കൾ വിചാരിക്കുന്നു? അത് സാംസ്കാരികമായ മണ്ഡലത്തിൽ ചെയ്യേണ്ടതാണ്. അല്ലാതെ നമുക്ക് ഈ നിയമങ്ങൾ കൊണ്ട് മാത്രം ഇത് നടക്കുകയില്ല. അതല്ലേ ഞാൻ പറഞ്ഞ്, ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടി വരുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതൊരു സഹജീവിയാണ്, തനിക്ക് തട്ടിപ്പറിച്ച് ഉപയോഗിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവല്ല എന്ന നിലയ്ക്കുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കണം. ക്യാമ്പസുകളൊക്കെ വളരെ മനോഹരമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നിട്ടാണല്ലോ പിന്നെ എൻട്രൻസിന് എഴുതുന്ന കുട്ടികൾ കൂടുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യും വൃത്തികേടും ചെയ്യുന്നത് ഈ ക്യാമ്പസിലൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. അപ്പൊ അങ്ങനെ മനോഹരമായിട്ടുള്ള കാര്യമൊന്നും അല്ല ഇപ്പം എന്നുള്ളത് എന്നത് വേറൊരു കാര്യം. കാര്യങ്ങൾ കലുഷമാണ് എന്നത് നാം മനസ്സിലാക്കണം, അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പസിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് എന്ന് വെച്ചിട്ട് ഒരു ക്യാമ്പസിനെ മുഴുവൻ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അല്ല, സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും വിയോജിക്കുകയാണ്. സാറ് പറഞ്ഞത് കൃത്യമായിട്ട് മാപ്പ് പറയേണ്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി ചെയ്തത് എന്തിനൊരു ക്യാമ്പസിനെ കുറ്റം പറയണേ? ക്യാമ്പസുകളിൽ ഇന്ന് 100% സ്ത്രീ പുരുഷം പരിപാവനമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാൻ പോകുന്നില്ല. ക്യാമ്പസുകളും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അല്ലല്ല, എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ അങ്ങനത്തെ ഒറ്റപ്പെട്ട ഉദാഹരണം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഇന്ന് അല്ല ഞാൻ പറയുന്ന ഒരു കാര്യം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ഈ പുരുഷമേധാവിത്വത്തിന്റെ പ്രശ്നങ്ങളും ഇങ്ങനത്തെ ആൾക്കാരുടെ അക്രമം കൊണ്ടും ജീർണമാണ്. അത് ക്യാമ്പസിൽ മാത്രം ജീർണമല്ല, അത് വളരെ പരിപാവനമാണ്. ക്യാമ്പസിലും ഈ ജീർണതയുണ്ട്. ഇത് നാം അഭിസംബോധന ചെയ്യാനുണ്ടോ എന്നതാണ് പ്രശ്നം. താങ്കൾ പറയുന്നത് ഈ സഹകരണ യജ്ഞം, ഈ നവോത്ഥാന യജ്ഞം, അല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ഈ അവകാശ നഷ്ടത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന പ്രശ്നം, അത് പരിഹരിക്കാൻ നമുക്കൊരു യജ്ഞം തുടങ്ങാം, ഒരു സാംസ്കാരിക പദ്ധതി ഉണ്ടാക്കാം. പക്ഷെ ആ പദ്ധതി പുരുഷൻ കൂടി ഇരുന്നിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയാൽ മതി, നിങ്ങൾ ഒറ്റയ്ക്ക് മീറ്റുമായി വരണ്ടെന്നാണ്. അങ്ങനെയല്ല, അങ്ങനത്തെ യാതൊരു ഇതുമില്ല. പിന്നെ ഇത് പുരുഷൻ കൂടിയല്ല, സ്ത്രീയും പുരുഷനും ചേർന്നിട്ട് ഉള്ള ഒരു സഹകരണത്തിൽ കൂടെയാണ് നടക്കുക. മീറ്റു ക്യാമ്പയിൻ തന്നെ സമൂഹത്തിലെ ജീർണമായ ഒരു അവസ്ഥയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിനെ നാം അഭിസംബോധന ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഴുകുതിരി നാളം എവിടെയും കാണാനില്ല എന്നത് കൂടി ഓർക്കണം. അത് കൊളത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. അതിനെയും കൂടി മടിച്ച് കെടുത്താൻ വേണ്ടിയിട്ടല്ല ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ. സജി, നോക്കൂ, ഇതിനകത്ത് നിയമപരമായ എല്ലാ സാധ്യതയും തേടുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയല്ല, ഒരു ക്യാമ്പയിനുമല്ല ഇത്. അങ്ങനെ നിയമപരമായ സാധ്യതകൾ തേടാൻ പോയപ്പോഴെല്ലാം, അല്ലെങ്കിൽ ഭൂരിഭാഗം സമയത്തും മോശം അനുഭവം കിട്ടിയ, വേണ്ടത്ര പിന്തുണ കിട്ടാതിരുന്ന അനുഭവമാണ് സ്ത്രീകൾക്ക് പറയാനുള്ളത് അവരുടെ ചരിത്രത്തിൽ നിന്ന്. അതുകൊണ്ട് ഈ നിയമപരമായി പോയി തോൽക്കാനില്ല, മറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഞങ്ങൾക്കുണ്ടായ അനുഭവം ധീരമായി പറഞ്ഞ് അയാളെ എക്സ്പോസ് ചെയ്യുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിയമത്തിൻ്റെ സാധാരണ സാങ്കേതികതകൾ കൊണ്ടുവരേണ്ടതില്ല എന്നാണ്. നിയമപരമായി പോയ തോക്കുന്ന ആരാണ് ഈ മുൻവിധി പറഞ്ഞത്? പ്രത്യേകിച്ച് 2013 ക്രിമിനൽ ലോ അമെൻമെൻറ്റ് പ്രകാരം ഒരു ബലാത്സംഗ കേസിലെ ഇരയ്ക്കോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വളരെയധികം അഭിഭാഷകരുടെ അനുവാദം പോലും വളരെ പരിമിതമാണ്. എന്ന് മാത്രമല്ല, മെഡിക്കൽ ഇഞ്ചുറി വേണ്ട. ഇനിയിപ്പോൾ മാത്രവുമല്ല, അപകടകരമായ വേറൊരു അപകടമോ നല്ലതോ ആയിക്കോട്ടെ, ഒരു പുതിയ പ്രപ്പോസലും ഇന്നലത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിൽ കണ്ടു. മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ലോയെ കുറിച്ച്. അതൊരു സ്ത്രീ വന്നിട്ട് എൻ്റെ കൺസെൻ്റ് ഇല്ലാതെയാണ് ഞാനുമായി ശാരീരികബന്ധം പുലർത്തിയെന്ന് പറഞ്ഞാൽ തന്നെ അത് കൺവിക്ഷനിലോട് എത്തുന്ന അവസ്ഥയിലേക്ക് നിയമം മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഈ സമൂഹം മൊത്തമൊന്നും റേപ്പിസ്റ്റുകളുടെ കൂടെയൊന്നുമല്ല, ആരും പിന്തുണയ്ക്കുന്നില്ല. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി ഉണരുന്ന ഈ അവസ്ഥയെ സ്പ്ലിറ്റ് ചെയ്യിക്കരുത്. ഈ മീറ്റു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഗ്ലോറിഫൈഡ് ഫോം ഓഫ് അപവാദ പ്രചരണം. അതല്ല വേണ്ടത്. കാരണം ഇതിന് മറുപടി പറയാൻ മറ്റേ ആൾക്ക് സ്പേസ് ഇല്ല. അയാൾക്ക് കുടുംബമില്ലേ, അയാളുടെ വീട്ടിൽ പിള്ളേരില്ലേ, അയാളുടെ വീട്ടിൽ മക്കളില്ലേ, പെമ്മക്കളില്ലേ, ഭാര്യയില്ലേ, നിയമസഭ അതിനുശേഷം ഈ ക്യാമ്പയിനുമായിട്ട് വരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു അതാണല്ലോ അതിൻ്റെ ചെയ്യുന്നില്ല, നമുക്കാകാമല്ലോ. എങ്ങനെ തിരിച്ചോ? എനിക്കതൊരു അപവാദം പറഞ്ഞിട്ട് അവർക്കെതിരെ ഇത് നമുക്ക് ജീവിതത്തിൽ തന്നെയാണ് പണി. കോടതിയിൽ പോയിട്ട് അവർക്ക് അതൊരു റെമഡിയല്ല, അതൊരു ന്യായമല്ല. നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരു പ്രചരണം നടത്തും, പറ്റുമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പൊക്കോ എന്ന് പറയുന്ന കൊള്ളാവുന്ന ഒരു പരിപാടിയല്ല. തിരിച്ച് അങ്ങോട്ട് പ്രചരണം ആരംഭിച്ചാലോ? ഉണ്ടല്ലോ. അല്ല, പറയട്ടെ. വയനാട്ടിലൊരു കുടുംബ ആത്മഹത്യ സ്ത്രീകളാണ് ഇതിന്റെ മുഴുവൻ ഇരകൾ. അല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നല്ലോ. നമുക്കിപ്പോ ഈ ചെറിയ വാട്സാപ്പ് സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ട് കണ്ട് പൊള്ളിപ്പോയെങ്കിൽ ഈ അപവാദ പ്രചരണം എനിക്കറിയാം. ഞാൻ ക്യാമ്പസിൽ പഠിച്ചതാണ്, ആണുങ്ങൾക്കിടയിൽ നിരന്തരം പ്രവർത്തിക്കുന്ന ആളാണ്.
ഈ പറയുന്ന കഥകളെ കുറിച്ച് താങ്കൾക്ക് നല്ല ബോധ്യമുണ്ടാകും. ഈ ഇപ്പോൾ മൂത്രപ്പുറയിൽ എഴുതി വയ്ക്കുന്ന കമന്റിനെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയ ചരിത്രമേ ആൺകുലത്തിനുള്ളൂ. ഞാൻ പഠിച്ച കാലത്തുണ്ട്. അതാണ്, അത് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. ആ കലാരൂപം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നമുക്ക് ആ കലാരൂപക്കാലം ഉണ്ടായിട്ടുണ്ട്. അതെ, അതൊക്കെ ചില വികൃത നമ്മളങ്ങനെ ലൈറ്റായിട്ട് കാണിക്കല്ല ചെയ്യേണ്ടത്. ഇതൊരു പ്രചരണത്തിൽ ഇതിന് ഒരുപാട് ഇരകൾ ആരോപിക്കപ്പെടുന്ന ഇടയിൽ നിന്നും രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. കളവായ പ്രചരണത്തിന് തെറ്റിദ്ധാരണയുടെ പേരിൽ ചിലപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിരിക്കും. അവർക്കതിന് താങ്ങാൻ ശേഷി. ഞാൻ പറഞ്ഞത് സ്ത്രീകൾ ഇത്തരം അപവാദ പ്രചരണത്തിൽ ഇരകളായതിനെ കുറിച്ച് നമുക്കൊരു സങ്കടവുമില്ല. ആരും പാടില്ല, ഒരിക്കലും പാടില്ല. അങ്ങനെ ആരും പറഞ്ഞു നിങ്ങൾ വൈ യു ആർ മേക്കിംഗ് എ ഡിവിഷൻ? അതിന്റെ ആവശ്യമില്ലല്ലോ. ശരി, നൂർമിന റഷീദ്, നോക്കൂ, ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, സർക്കാരുകൾക്ക് ഇതിനകത്ത് ഒരു സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ട സവിശേഷമായ ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ 51 49 ആയാൽ ഭരണമായി. പ്രതി വളരെ പ്രബലനാണ്, ഓക്കെ, എന്നാൽ ഞാൻ അവൻ്റെ കൂടെയേ ഉള്ളൂ. പ്രതി രാഷ്ട്രീയ സ്വാധീനത്തിൽ അല്ലെ ഉന്നതനാണ്, എന്നാൽ ഞങ്ങൾ അവൻ്റെ കൂടെയേ ഉള്ളൂ. പ്രതി ഒരു സമ്പന്നനാണ്, എന്നാൽ ഞങ്ങൾ അങ്ങനെ അവൻ്റെ കൂടെയുള്ളൂ. ആ രീതിയിലേക്ക് സമൂഹം സ്പ്ലിറ്റപ്പ് ചെയ്ത് പോവുകയാണ്. യഥാർത്ഥത്തിൽ സത്യം, നീതി, ധർമ്മം നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്, ഇന്ത്യക്കൊരു പൈതൃകമുണ്ട്. അവിടെ സ്ത്രീ പുരുഷൻ എന്ന് വേർതിരിച്ച് കാണാതെ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ആര് നിലകൊള്ളുന്നുവോ, നമ്മളെല്ലാം വെസ്റ്റേൺ കൺട്രീസിനെ കടമെടുത്തിട്ടൊന്നും നമ്മൾ പുരോഗമനവാദികളായി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമില്ല. കാരണം സമൂഹം എന്ന് പറയുന്നതിൽ സമൂഹത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് സ്ത്രീയും പുരുഷനും. ഗിവ് ആൻഡ് ടേക്ക് പോളിസി നമുക്കുണ്ടാകും. നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, അടിച്ചമർത്താൻ ആരും ആർക്കും ആരെയും അടിച്ചമർത്താൻ പറ്റില്ല. പക്ഷേ നീതിപൂർവ്വം, നിഷ്പക്ഷപൂർവ്വം വി ഹാവ് ടു ക്രിയേറ്റ് എ ബോണ്ട് ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ പേഴ്സൺ ടു പേഴ്സൺ. ഓക്കെ, അതാണ്. അപർണ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ മീറ്റു ക്യാമ്പയിനുമായി വരുന്ന ആളുകൾ അവർക്കെതിരെ ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും സജീവമായി കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് തന്നെ ആ കൗണ്ടർ ആർഗ്യുമെൻറ്റിനെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങൾ ആർത്തവ കാലത്ത് അശുദ്ധരാണ്, ഞങ്ങളെ എങ്ങോട്ടേക്കും അടുപ്പിച്ചേക്കരുത് എന്ന് മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുന്ന സ്ത്രീകളെ കാണുന്നു നമ്മളിവിടെ. അപ്പോൾ ആ നിലയ്ക്ക് സ്ത്രീകൾ പോലും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ തനുശ്രീ ദത്തയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ ബോളിവുഡിലെ നടിമാർ പോലുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോഗ തലത്തിൽ എത്രത്തോളം പ്രൊഡക്റ്റീവായ, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഒന്നായി ഇത് വിജയിച്ചു പോകാനുള്ള സാധ്യത കാണുന്നു? അതോ ഇതിങ്ങനെ ചെറുത്ത് നിൽപ്പിൽ അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടു പോവോ? ഈ പറയുന്ന ബൈനറി എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുമല്ല, സ്ത്രീയും പുരുഷബോധവുമാണ്. നമ്മുടെ സമൂഹത്തിലെ ഒരു ബഹുഭൂരിപക്ഷം സ്ത്രീകളും ശീലിച്ചു വന്നിരിക്കുന്നത് ഈ പുരുഷബോധമാണെന്നുള്ളതാണ്. പുരുഷൻ കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു സമൂഹത്തിൽ അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില നിയമങ്ങൾ, ചില സങ്കല്പങ്ങൾ, അതാണ് കുട്ടിക്കാലം തൊട്ടേ നമ്മൾ പെൺകുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികളായിക്കോട്ടെ, അമ്മമാരായിക്കോട്ടെ, അവരെല്ലാം പുരുഷബോധം തന്നെ കൈയാളുന്നവരാണ്. അതുകൊണ്ടാണ് അവനൊരു ആൺകുട്ടിയല്ലേ എന്ന് പറയുന്നത് കൂടുതലും അമ്മമാരാണ്. അങ്ങനെ ആൺകുട്ടിക്ക് അതൊക്കെ ആവാം, ആൺകുട്ടി അധികാരിയാണ്, അവനാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന പുരുഷന് തൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ബോധം എല്ലാ സ്ത്രീകളിലും മെല്ലെ മെല്ലെ കിട്ടുന്നുണ്ട്. അതിനെ മറികടക്കാനാണ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു മത്സരം എന്നല്ല, സ്ത്രീയും പുരുഷബോധവും തമ്മിലുള്ള മത്സരമാണ് ഉണ്ടാവുന്നത്. സ്ത്രീകളല്ല സ്ത്രീകളുടെ എതിർഭാഗത്തുള്ളത്, പുരുഷബോധം മാത്രമാണ്. ഓക്കെ, ഇവിടെ പലരും പറഞ്ഞു 19 വർഷം കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾ തുറന്നു പറഞ്ഞത്, അല്ലെങ്കിൽ 13 വർഷം കഴിഞ്ഞിട്ടാണ് തുറന്നു പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് ഈ ഒരു ജനറേഷനിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ ആരെയും പേടിക്കില്ല. അവളത് തുറന്നു പറയാനുള്ളൊരു ധൈര്യം അവൾക്ക് ഉണ്ടായിരിക്കും. കാരണം അവൾക്ക് അതിനുള്ള ധൈര്യം കിട്ടിക്കഴിഞ്ഞു, എല്ലാവരും തുറന്നു പറഞ്ഞു. അവൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനൊരു പ്രോബ്ലം എന്നിലേക്ക് ഒരു ആൺകുട്ടി ഇത്തരത്തിൽ എൻ്റെ സമ്മതമില്ലാതെ എന്നിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഞാനല്ല തെറ്റുകാരൻ, അയാളാണ് തെറ്റുകാരൻ അവൾ മനസ്സിലാക്കുമ്പോൾ അവൾക്കത് തുറന്നു പറയാൻ സാധിക്കും. അപ്പോൾ ഒരു ആൺകുട്ടിക്ക് അങ്ങനെ ഒരു അപ്രോച്ച് തോന്നുമ്പോൾ അത് ഈവൻ അവളുടെ അടുത്ത് തുറന്നു പറയാം, എനിക്ക് നിന്നോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്, ഇഫ് യു നീ ആക്സെപ്റ്റബിൾ ആണെങ്കിൽ ഓക്കെ ഫൈൻ, ഇല്ല എങ്കിൽ അത് അവനവനെ മനസ്സിലാക്കണം. ഓ അവൾക്ക് താല്പര്യമില്ല, പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, അങ്ങനെ മനസ്സിലാക്കാൻ ഓരോ പുരുഷനും തയ്യാറാവണം. പിന്നെ വേറൊന്ന് പറഞ്ഞത് തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ മാറ്റി നിർത്തണമെന്ന്. ഒരു തൊഴിലിടങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കും, അവിടെ ഒരു പുരുഷനായിരിക്കും മേ ബി ഇത്തരം അപ്രോച്ച് ഉള്ളത്. അപ്പൊ എന്തിനാണ് ആ സ്ത്രീകളെ മൊത്തം മാറ്റി നിർത്തുന്നത്? ആ ഒരു പുരുഷനെയല്ലേ മാറ്റി നിർത്തേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനകത്ത് എല്ലാവരും പറയുന്നത് പോലെ നിയമപരമായ വഴിയിൽ പോകണം എന്ന സാങ്കേതിക യുക്തി ഉന്നയിക്കുമ്പോഴും പുതിയ തലമുറയ്ക്ക് മുൻപിലേക്ക്, ഒപ്പം ജീവിക്കുന്നവരുടെ മുൻപിലേക്ക്
ഇന്ന ആളുകൾ ഇന്ന കുഴപ്പങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ വന്നവരാണെന്ന്, അവരെ സൂക്ഷിക്കണമെന്ന സന്ദേശം നൽകുകയാണ്. നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ ഇതിനകത്ത് എൻ്റെ തലമുറയ്ക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ടായാൽ തുറന്നു പറയണമെന്ന്. അപ്പോൾ ആ ആർജവം ഓരോ വ്യക്തിയിലും സൃഷ്ടിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് മീറ്റു ക്യാമ്പയിനിലൂടെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അങ്ങനെ സൃഷ്ടിപരമായത് പുരോഗമിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നേരത്തെ സജി അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച പോലെ പുഴുക്കുത്തുകൾ അതിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. കേരള സമ്മിറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.